ഓ എൻ്റെ ദൈവമേ, ഇവിടെ ഒരു പ്രവചനം, അപ്പുറത്ത് മറ്റൊരു പ്രവചനം, പിന്നെ അവിടെ വേറൊരാൾ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. ചിലപ്പോൾ ആലോചിക്കും, ഇതിലേതാണ് ശരിക്കും ദൈവത്തിൽ നിന്നുള്ളത്? എന്താണ് മനുഷ്യരുടെ സ്വന്തം വാക്കുകൾ? ഏതാണ് കള്ളപ്രവചനം? ആരാണ് കള്ളപ്രവാചകൻ? കാരണം ഇന്ന് കേൾക്കുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവചനവും കള്ളപ്രവചനവും യഥാർത്ഥ പ്രവാചകനെയും കള്ളപ്രവാചകനെയും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ആത്മീയരുടെ ഇടയിൽ ഒരുപാട് പ്രസംഗങ്ങളും പ്രവചനങ്ങളും ഒക്കെ നാം കേൾക്കാറുണ്ട്. എന്നാൽ അതിലേതാണ് സത്യമായിട്ടുള്ളത്, ഏത് വിശ്വസിക്കണമെന്നൊക്കെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കൊക്കെ പലർക്കും അതിനെക്കുറിച്ചുള്ളതായതുകൊണ്ട് കൺഫ്യൂഷൻസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചാൽ എങ്ങനെ ആത്മീകരെയും അല്ലെങ്കിൽ കള്ളപ്രവാചകരെയും യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ആരാണെന്നൊക്കെ ഉള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഉണ്ടോ? നമ്മൾ വേദപുസ്തകം ആധികാരികമായി പഠിച്ചാൽ യേശുക്രിസ്തു കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് കർത്താവ് അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തായിയുടെ വേദപുസ്തകത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അപ്പം നീ ചോദിച്ച ചോദ്യം, ഈ കള്ളപ്രവാചകന്മാരെയും ഒറിജിനൽ ദൈവഭൃത്യന്മാരെയും ദൈവദാസന്മാരെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, വായിച്ച വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവെന്നാണ് കർത്താവ് പറയുന്നത്. അതൊരു എന്താ പറയുന്നത്, ഒരു അവരെക്കുറിച്ചൊരു ഒരു വാണിംഗ് തരികയാണ്. നമുക്ക് കെയർഫുൾ ആയിരിക്കണം. അപ്പം നിശ്ചയമായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത്, അവർ ആടുകളുടെ വേഷം ധരിച്ച് ചെന്നായ്ക്കളുടെ സ്വഭാവമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അടുത്തേക്ക് നമ്മളെ സമീപിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പുറമേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആടുകളുടെ വേഷമാണ്, ഒരു ഭക്തന്റെ വേഷമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്നായ്ക്കളുടെ സ്വഭാവമാണ്. ചെന്നായ് എന്ന് പറയുമ്പോൾ എന്താ, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ക്രൂരമൃഗത്തിൽ ഗണത്തിൽപ്പെടുന്ന ഒരു മൃഗമാണ് ചെന്നായ് എന്ന് പറയുന്നത്. അപ്പം കർത്താവ് അതിനെ ഉപമിച്ചിരിക്കുന്ന എവിടാണെന്ന് നോക്കണം. വേഷം ആടുകളുടെ ആണെങ്കിലും കള്ളപ്രവാചകനെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ചെന്നായ്ക്കളോട് ആണ് കർത്താവ് എന്ത് ചെയ്ത് ഉപമിച്ചത്. അപ്പോൾ ഇവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറമേ കണ്ടാലൊന്നും നമുക്ക് മനസ്സിലാകത്തും ഇല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ അടുത്ത വാക്യത്തിൽ തന്നെ അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ 2 ഇടത്ത് കർത്താവ് അതിനെ തിരിച്ചറിയുന്ന വിധത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായില്ലേ? 20-ാമത്തെ വാക്യത്തിലും കർത്താവ് അത് തന്നെ പറഞ്ഞിരിക്കുന്നത്,
അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നത്. ഫലമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു മാങ്ങ മാത്രമേ കായ്ക്കത്തുള്ളല്ലോ. അപ്പോൾ മാവിനകത്ത് വേറെ ഒരു ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞത്, കള്ളപ്രവാചകൻ പുറമേ ഒരാടിന്റെ വേഷമാണെങ്കിൽ ഇതിനകത്തുനിന്ന് പുറപ്പെടുന്ന ഫലം എന്തുവാ? ഈ കർത്താവ് അവിടെ ഫലം, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് കർത്താവ് അവിടെ പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ആശയം നമ്മൾ ദൈവവചനത്തിൽ നമുക്ക് അവിടെ പറയുന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഒന്ന്, ഈ കള്ളപ്രവാചകന്മാരുടെ അവരുടെ ജീവിതം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ജീവിത വിശുദ്ധി. പിന്നെ അവരിലൊരു സ്നേഹത്തിൻ്റെ എന്താ പറയുക, സ്നേഹമുണ്ടോ, ദൈവിക സ്നേഹമുണ്ടോ, അവരിൽ വിശുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന നിലയിലുള്ളതായ ഒരു ജീവിതവും ഒരു ജീവിത വിശുദ്ധിയും ഒരു ദൈവിക സ്നേഹവും ഒക്കെയാണോ അവരിൽ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. രണ്ടാമത്, ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവചനം കൊണ്ട് മെയിനായിട്ട് ഇവർ ലക്ഷ്യം ചെയ്യുന്നത് ഈ വ്യക്തിത്വങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനാണോ അവർ ആഗ്രഹിക്കുന്നത്, അത് അല്ല ഇനി അവരുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയാണോ ഇവരെ യൂസ് ചെയ്യുന്നത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഒന്ന് എന്താണ്, അതൊരു സിമ്പിൾ ഭാഷ പറഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതെ, അവർക്ക് ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലാതെ യേശു ക്രിസ്തുവിലേക്ക് ജനത്തെ നയിക്കുന്നതായ ആ ഒരു ലക്ഷ്യമല്ല. ഇല്ല, ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, അവരുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്ന ജനത്തെ നയിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഏത് വിധേനയും ജനത്തിൻ്റെ പ്രീതി എന്ത് ചെയ്യണം, അവർക്ക് പിടിച്ചു പറ്റണം, ജനത്തിൻ്റെ എന്താ പറയുക, ഒരു കയ്യടി അവർക്ക് നേടണം. അതാണ് അവരുടെ ലക്ഷ്യം. ദൈവത്തെങ്കിലേക്ക് നടത്തുന്നതിനെ പറ്റി പറയുമെങ്കിലും അത് എത്ര കണ്ട് അതിനകത്ത് സക്സസ് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ജനപ്രീതി അവർക്ക് വേണം. അപ്പം ഈ ജനപ്രീതി എന്നുള്ളതൊരു ദൈവത്തിൻ്റെ വിളിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരാളെ കൂടുതൽ ജനപ്രീതിയുണ്ട്, അപ്പോൾ ആ വ്യക്തി ഒരു ദൈവ മനുഷ്യനാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ആ മനുഷ്യൻ ദൈവ മനുഷ്യനാണോ എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വേദപുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു വളരണം, ഞാൻ എന്ത് ചെയ്യണം, കുറയണം. ഇന്ന് ഇപ്പോൾ നീ പറഞ്ഞ എത്ര പ്രവാചകന്മാരിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അവർക്ക് വളരണം, അവർക്ക് സ്റ്റേജ് കിട്ടണം, അവർക്ക് പ്രശസ്തി കിട്ടണം, അവർക്കെല്ലാം മുമ്പോട്ട്. പക്ഷെ അതിനകത്ത് ക്രിസ്തുവും അതിൻ്റെ ദൈവികമാകുന്ന ആത്മീക കാര്യങ്ങളിൽ അവർ കാര്യസാധ്യത്തിന് വേണ്ടി പറയുമായിരിക്കാം. പക്ഷെ അതിനകത്ത് അത് എത്ര കണ്ട് 100% അത് അവർ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ വേദപുസ്തകത്തിലെ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവ് എന്നിൽ എന്ത് ചെയ്യണം, വളരണം, ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കുറയണം. അതാണ് അതിനകത്ത് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ, യോഹന്നാൻ സ്നാപകൻ വളരെ അതിശക്തമായിട്ട് രാജാവിനോടായാലും എന്തോ ചെയ്തു. ഒന്നാമത് യോഹന്നാൻ സ്നാപകൻ വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചവനാണ്. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഭാഷ പറഞ്ഞൊരു ആൾഫോഴ്സ് ലൈഫ് നയിച്ച വ്യക്തിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടൊരു ജീവിതം നയിക്കുക. അപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയങ്ങളിൽ രാജാവിൻ്റെ മുമ്പിൽ പോലും യാതൊരു വിധമായ എന്താ പിന്നെ ഒരു ഭയവും കൂടാതെ സംസാരിച്ച വ്യക്തിയാണ് ഇത്. അപ്പോൾ തന്നെ സംസാരിച്ചതാണ്. അപ്പോൾ തന്നെ ഭയമില്ലെങ്കിലും പക്ഷേ പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ദൈവത്തോടൊരു വലിയ ഒരു ഭയവും, കർത്താവിനിൽ വളരണം,
അപ്പോൾ കർത്താവിനിൽ വളരുന്നവരും ഞാൻ കുറഞ്ഞു കുറഞ്ഞു പോകണം എന്നൊരു മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായത്. അപ്പം യോഹന്നാൻ സ്നാപകന് താൻ കുറയണം, തൻ്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി തീരണം, തനിക്ക് ഒന്നും നേടാൻ ഒന്നുമില്ല. അപ്പം യേശുക്രിസ്തുവിനെയാണ് തന്നിലൂടെ താൻ എന്തോ ചെയ്തു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഏത് വിധേനയും എൻ്റെ ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യുക, ജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം, യോഹന്നാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലയോ? നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരാൾ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അത് മുഖാന്തരം നമുക്ക് പറയാൻ പറ്റുമോ? ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന എല്ലാവരും, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നവരെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്ന് യാതൊരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ ഇപ്പം നീ ചോദിച്ച ചോദ്യം എന്താ പറയുന്നത്, ഇവരെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണോ എന്ന് എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത്ഭുതങ്ങൾ നടത്തുന്നത് കൊണ്ട് ഒരാള് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറയാൻ പറ്റുമോ? അത്ഭുതം എല്ലാവർക്കും നടത്താൻ പറ്റുമെന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും നടത്താൻ പറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് ഞാൻ. ക്യോങ്കി മോശയോടുള്ള ബന്ധത്തിൽ മിസ്രൈമിൽ യഹോവയ ദൈവം മോശയെ പറഞ്ഞ് ഫറവോൻ്റെ മുമ്പിൽ വിട്ടു. എന്നിട്ട് പറഞ്ഞു, മോശയോട് പറഞ്ഞു ആ വടിയും കൂടെ നീ എന്ത് കയ്യിലെടുത്തോണെന്ന് പറഞ്ഞു. അവിടെ അങ്ങ് ചെന്നു ഫറവോൻ്റെ മുമ്പിൽ ക്ഷുദ്രക്കാരുടെയും ആഭിചാരകന്മാരുടെയും മധ്യത്തിൽ അവർ അത്ഭുതം കാണിച്ചപ്പോൾ, മോശ അത്ഭുതം കാണിച്ചു, അവരും എന്ത് ചെയ്തു? അത്ഭുതം കാണിച്ചു. അവർ മോശ എങ്ങനെയൊക്കെ കാണിച്ചു അതുപോലെ അവരും ചെയ്തു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പാമ്പിനെ മോശയുടെ വടിയാന്ന് പാമ്പ് എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. മന്ത്രവാദികളുടെ ആ ഒരു അത്ഭുതം മോശയുടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ഭുതം ആർക്കും ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ മന്ത്രവാദികൾക്കും അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരാൾക്കും അത്ഭുതം. പൈശാചിക, അത് ആക്ച്വലി ഒരു പൈശാചിക സേവയാണല്ലോ അത്. ക്ഷുദ്രക്കാരും മന്ത്രവാദികൾ എന്ന് പറയുന്നത് അന്നും ഇന്നും പൈശാചിക സേവ തന്നെയാണ്. പൈശാചിക സേവ കൊണ്ടും അന്നും ഇന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അതിനെക്കുറിച്ച് കർത്താവ് ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത്, ഇവര് കർത്താവ് പറയുന്നത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന ആ നാളിൽ അവർ പറയും. കർത്താവിടെ 4 കാര്യം എടുത്തു പറയുന്നുണ്ട്. പ്രവചിച്ചു എന്ന് പറയുന്നു, അതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. ഒരു പ്രവചിക്കുക, വീര്യപ്രവർത്തികൾ, ഭൂതങ്ങളെ പുറത്താക്കുക, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ ചോദിക്കുമ്പം കർത്താവ് അതിനെക്കുറിച്ചും കർത്താവിന് അവർ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ഇതൊന്നും അതിനൊരു കർത്താവ് ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നില്ല. കർത്താവ് അതിനൊരു ഒറ്റ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആ ഭാഗം ആ പരിശുദ്ധാത്മ അവിടെ ക്ലോസ് ചെയ്യുക. അവിടെ പറഞ്ഞെന്തറിയാമോ? 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഒരു നാളെ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അടുത്ത പദം വളരെ പരമപ്രധാനമാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരെ വാസ്തവത്തിൽ ക്രിസ്തു ഏത് ഗണത്തിലാണ് കൊണ്ടു നിർത്തിയേക്കുന്നത്? ഇവിടെ അധർമ്മികളുടെ ഗണത്തിലാണ് ഈ കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിലുണ്ടല്ലോ, ഇവര് അധർമ്മം പ്രവർത്തിക്കുന്നവരും അധർമ്മികളെയും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതുകൊണ്ടാണ് ആ നമ്മൾ ആദ്യം വായിച്ചത്, അവരെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. അവരെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇവർക്കും ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്ഭുതം. പക്ഷെ ഒരു കാര്യം എന്നോട് ചേർത്ത് ഞാൻ പറയട്ടെ. അപ്പം ഇന്നത്തെ ലോകത്തിന്, ഇന്നത്തെ ഒരു കൂട്ടം ജനത്തിന് സംഭവിച്ചിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് അത്ഭുതം മതി. പ്രവചനം കേൾക്കണം. നാളെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ മക്കളുടെ വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്ത് കിട്ടും
എനിക്ക് എന്ത് കിട്ടും, വീട് കിട്ടുമോ, അങ്ങനെയുള്ള അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടത്. അവരന്നേരം ഇതിൻ്റെ പുറകെ എന്ത് ചെയ്യാണ്, അങ്ങ് ചലിക്കുകയാണ്. പക്ഷേ ദൈവം ഈ പറയുന്നവരെ കുറിച്ച് ദൈവം കൊണ്ട് നിർത്തുന്ന ലാസ്റ്റിൽ അവരെ കൊണ്ട് അധർമ്മികളുടെ ഗണത്തിലാണ് ഈ പ്രവാചക ഗണത്തെ യേശു കർത്താവ് കൊണ്ട് നിർത്തുന്നത്. അതെ അതെ. അപ്പം അത്ഭുതം ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല, എൻ്റെ അഭിപ്രായത്തിലില്ല. ഇല്ല, അത്ഭുതം ഒരു മാനദണ്ഡമായി എടുക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ ഒരു വ്യക്തിയെ നമ്മൾ ഈ വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് ഏതിൻ്റെ ഇതിലാണ് മാനദണ്ഡമായി കണക്കാക്കുന്നത്? ഇവരുടെ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കണം, ഇവരുടെ ദൈവവചന ശുശ്രൂഷ. ഇവരെപ്പോഴും അനുഗ്രഹങ്ങൾ, പിന്നെ ബ്ലെസ്സിങ്ങുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, മുൻതൂക്കം കൊടുക്കുന്നത്. ഇവരടുത്ത് വരുന്നവർക്ക് ഇത് തന്നെയാണ് ആവശ്യം, ഇവരിത് തന്നെയാണ് കൊടുക്കുന്നത്. അനുഗ്രഹം മതി അവർക്ക്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷേ ദൈവവചനം നീ വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നിനക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. ദൈവം അങ്ങനെയാണോ ചെയ്തത്? കർത്താവ് അങ്ങനെയാണോ ചെയ്തത്? വചനം അങ്ങനെയാണോ ചെയ്തത്? വചനം ഒരിക്കലും അങ്ങനല്ല ചെയ്തത്. അനുഗ്രഹമില്ലെന്നല്ല, ദൈവമക്കൾക്ക് അനുഗ്രഹമുണ്ട്. അത് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോമിസാണ്. പക്ഷേ നമുക്ക് അനുഗ്രഹമല്ല മനുഷ്യൻ ആവശ്യം. മനുഷ്യന് പാപത്തെക്കുറിച്ചും പാപബോധമുണ്ടാകുക, മാനസാന്തരമുണ്ടാകുക, ഉപദേശങ്ങൾ അനുസരിക്കുക, ഇതൊക്കെയാണ് വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്നത്. അതെ, ദൈവവചനമാണ് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും ദൈവവചനത്തിൽ ഇപ്പോൾ ആരെന്ത് പ്രവചനം പറഞ്ഞാലും നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് എന്തുവാണ്? വേദപുസ്തകം എന്തു പറയുന്നു? ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എങ്ങനെയല്ലോ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വേറെ വിശ്വാസികൾ വേദപുസ്തകത്തിൽ അന്വേഷിച്ചതുപോലെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം, അന്വേഷിക്കണം. ഇപ്പോൾ ഈ ആത്മീയതയുടെ പേരിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ 10 കൊടുത്താൽ നിങ്ങൾക്ക് 100 കിട്ടും, 100 കൊടുത്താൽ 1000 കിട്ടും, 1000 കൊടുത്താൽ 10,000 കിട്ടും. ഇങ്ങനെയുള്ളതായ ഒരു കാര്യങ്ങൾ എന്തുവാ? നിങ്ങൾ അങ്ങനെ കൊടുക്കുക എന്നവരെ ഫോഴ്സ് ചെയ്ത് എന്തോ ചെയ്യുക. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതായ ഒരു വാഗ്ദാനങ്ങൾ എന്തോ ചെയ്യുന്നു, നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അത് ദൈവവചന പ്രകാരം എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? അതും ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇതിപ്പം ചോദിച്ച ചോദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു വക മുച്ചീട്ട് കളിക്കാരുടെ എന്താ പറയുക, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, പേയ് രാജാ പേയ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? അത് വാസ്തവത്തിൽ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അങ്ങനൊന്നുമല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവവചനം അതിലൂടെ ലഭിക്കുന്ന ബ്ലെസ്സിങ്ങുകളും അതൊന്നും നമുക്കാർക്കും പണം കൊടുത്ത് വാങ്ങിക്കാനൊക്കത്തില്ല. ശിമോൻ അത് പണം കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ആത്മീയത എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവിക ശുശ്രൂഷകളൊന്നും നമുക്ക് പണം കൊടുത്തൊരിക്കലും വാങ്ങിക്കാൻ കഴിയില്ല. ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നതാണ്. ദൈവിക ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. നമ്മുടെ ഓരോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1 വർഷം പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 1,00,000 രൂപ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 50,000 രൂപ, എൻ്റെ ഒരു പ്രസംഗത്തിന് ഇത്ര 1000 രൂപ, എൻ്റെ ഒരു കല്യാണം ഞാൻ വന്ന് നടത്തി തരണമെങ്കിൽ അതിന് ഇത്ര രൂപ. ഇങ്ങനെ രോഗശാന്തിക്കും ഭൂതശാന്തിക്കും എല്ലാ ശുശ്രൂഷയ്ക്കും എന്തോ ഉണ്ട് ഫീസ്. അപ്പം നമ്മളവിടെ വാസ്തവത്തിൽ നമ്മളവിടെ ചെയ്യുന്നത് എന്തോന്നറിയാമോ? യേശു ക്രിസ്തുവിനെ നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് പോലെയാണ്. ഇതിൻ്റെ എല്ലാം ബേസിക് യേശു ക്രിസ്തു ആണല്ലോ. യേശു ക്രിസ്തുവിനെ ബേസിക്കിൽ നമ്മളൊരു മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നം വിൽക്കാൻ വെച്ചേക്കുന്നതിന് തുല്യമാണിത്. ഓരോന്നിനും നമ്മൾ കണക്ക് പറഞ്ഞു, പിശാചിനെ ഇറക്കുന്നതിന് ഇത്ര രൂപ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തുവോ പിതാക്കന്മാരോ ആരെങ്കിലും ശിഷ്യന്മാരോ ഈ ശുശ്രൂഷ ചെയ്തിട്ട് അവരാരെങ്കിലും ഇതിന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ?
ഇല്ല, കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പേഴ്സ് എടുപ്പിച്ച് 500ഉം 1000ഉം 2000ഉം ജബർദസ്തി ഇടുന്നതൊന്നും നിർബന്ധിച്ചിടുകയാണ്. പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത്? നിർബന്ധത്താലല്ല, നിർബന്ധത്താൽ അരുത്. നിർബന്ധത്താൽ അവരെ കൊണ്ടത് ചെയ്യിക്കരുത്. അവനവന്റെ മനസ്സൊരുക്കം പോലെ. ഇപ്പം നീയോ ഞാനോ വേറൊരാളോ ദൈവസന്നിധി വരുമ്പോൾ ആ ദൈവനാമത്തിന് വേണ്ടി എന്ത് കൊടുക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അത് നിർബന്ധിച്ചല്ല, അവൻ്റെ മനസ്സോട് കൂടി അവൻ ആ ഓഫറിങ് പാത്രത്തിൽ ഇടുന്നതാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പ്രഷർ ചെയ്ത് നിന്റെ പോക്കറ്റ് അറുത്തു മാറ്റുന്നത് ദൈവികമല്ല. ദൈവവചനത്തിന് എക്ദം അത് വിരുദ്ധമാണത്. അതെ. ചില പ്രസംഗങ്ങൾ നാം കേൾക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് മാത്രം പറയുന്നുണ്ട്. എല്ലാം പോസിറ്റീവ്, നല്ല കാര്യങ്ങൾ മാത്രം. പാപത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എന്തോ ചെയ്യുന്നുള്ളൂ. ആ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതെന്താണ് അങ്ങനെ? അത് ഈ കാലഘട്ടത്തിലെ വലിയൊരു അപകടമാണത്. ഈ കാലഘട്ടത്തിൽ ആത്മീക ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം എന്താ പറയുന്നത് പോസിറ്റീവ് എടുക്കുക. കഷ്ടതയില്ല. കർത്താവ് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് കഷ്ടതയെല്ലാം തീർന്നു. ഇനി നമുക്കിനി എല്ലാം കർത്താവിൽ ആര് വിശ്വസിക്കുന്ന അതെല്ലാം അനുഗ്രഹമാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തുടച്ചു മാറ്റണം. കർത്താവ് എന്തോ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പരിശുദ്ധാത്മാവിനൊന്നും തെറ്റത്തില്ല. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനൊന്നും തെറ്റത്തില്ലെന്ന് പറയുമ്പോൾ അത് കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് അത് മായ്ച്ചു കളയണം. കർത്താവ് പറഞ്ഞത് ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോയതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടും. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തെ ജയിച്ചവനാകുന്നത് കൊണ്ട് ഈ കഷ്ടതയെ ജയിക്കാനുള്ളതായ കൃപ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ തരും. ദൈവം തമ്പുരാൻ തരുമെന്നാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പൗലോസും പറയുന്നുണ്ടല്ലോ കഷ്ടത ഒരു വരമായിട്ടാണ്. പത്രോസിന്റെ ലേഖനത്തിലും പൗലോസിന്റെ ലേഖനത്തിലെക്കാട്ടിലും പത്രോസിന്റെ 1-2 ലേഖനത്തിൽ അത് പത്രോസ് അപ്പോസ്തലന്റെ ഒരു തീം തന്നെ കഷ്ടതയാണ്. അതിനകത്ത് കഷ്ടതയിലൂടെ പത്രോസും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ പറഞ്ഞ് ജനത്തെ വേറൊരു നിലയിലേക്കാണ് ഈ പ്രവാചകന്മാരെത്തിക്കുന്നത്. അനുഗ്രഹം വീട് കൂട് നിനക്ക് ആവശ്യമുള്ള മേഖലയെല്ലാം അവർ ടച്ച് ചെയ്തു പോകും. പക്ഷേ ലോകത്തിലെ കാര്യങ്ങളെല്ലാം മാത്രം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പം എനിക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ എനിക്ക് വേണ്ടേ? എനിക്കൊരു വീട് വേണ്ടേ? എനിക്കൊരു സഞ്ചരിക്കാനൊരു വാഹനം വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും വേണ്ടേ? എനിക്കൊരു ചെറിയ വീട് വേണ്ടേ? എനിക്ക് കഴിക്കാൻ ആഹാരം വേണ്ട. മനുഷ്യൻ ഇതിലേക്കാണ് മനുഷ്യന്റെ ചിന്തകൾ മുഴുവനും കടന്നു പോകുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതും മിസ്റ്റേക്ക്. കർത്താവ് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നോ ഉപജീവന ചിന്ത ഭാരം അത് നമുക്ക് വലിയ കണിയായിട്ട് എന്ത് ചെയ്യും? കർത്താവിന്റെ വരവെങ്കിൽ അതൊരു വലിയ കണിയായിട്ട് നമുക്ക് ഭവിക്കും. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല, നമുക്കത് വേണം. പക്ഷെ അത് നമ്മുടെ ലക്ഷ്യം അതല്ല. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകം പറയുന്നത് 70 ഏറെയായാലും 80. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. അപ്പോൾ ഈ നാളുകളിൽ ജീവിക്കുവാൻ വേണ്ടുന്നത് സ്വർഗത്തിലെ ദൈവം നമുക്ക് അതത് സമയങ്ങളിൽ തരും എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ നീ ചോദിച്ച ചോദ്യത്തിൽ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ നിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി, നീ ഒരു പാപിയാണെന്നും നീ പാപത്തെ ജനിച്ചുവെന്നും പാപത്തെ ജീവിക്കുന്നുവെന്നും ഈ ലെവലിൽ ജീവിച്ചാൽ നീ നിത്യ നരകത്തിലേക്ക് നിന്റെ എൻഡ് ചെന്ന് ചേരുകയുള്ളൂ എന്നും ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് ആവശ്യം. പാപത്തെക്കുറിച്ച് ബോധം വന്നു കഴിയുമ്പോൾ അവനിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും. കർത്താവ് തന്നെ പലയിടങ്ങളിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. ലൂക്കോസിന് സുവിശേഷം കർത്താവ് അത് അടുപ്പിച്ച് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്?
പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ബ്ലെസ്സിങ്, ഈ ലോകത്തിലുള്ള ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരിയായി അവൻ പാപത്തിൽ ജീവിച്ച് മരിക്കാതെ ആ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തിയിട്ട് അവനെ രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തുക, വേദപുസ്തകത്തിൻ്റെ സ്റ്റെപ്പുകളിലൂടെ അവനെ കടന്നു പോകുവാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷ, മാനസാന്തരം, സ്നാനം, അപ്പോസ്തല ഉപദേശങ്ങൾ, 7 അടിസ്ഥാന ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് നമുക്ക് അപ്പോസ്തലന്മാർ തന്നിട്ടുണ്ട്. ആ നിലയിലൂടെ അവരെ നടത്തി നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷകൻ്റെ, ഒരു പാസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോഴാണ് ആ മനുഷ്യൻ്റെ ഇവർ രണ്ടുപേരുടെയും ജീവിതം അത് ഒരു നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് വരുന്നത്. അതെ. ഇപ്പം യഥാർത്ഥ പ്രവചനം കേട്ടാൽ നമ്മിൽ, അതായത് ഒരു വ്യക്തിയിൽ എന്ത് മാറ്റം ഉണ്ടാകും? എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ശുശ്രൂഷയിൽ, ഞാൻ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലും എൻ്റെ ശുശ്രൂഷയിലും ഒരു യഥാർത്ഥ പ്രവചനം ഞാൻ കേട്ടാൽ, സപ്പോസ് നീ എന്നോട് പ്രവചനം പറയാമെന്ന് വിചാരിക്കുക, സപ്പോസ് അത് നീ പറയുന്ന പ്രവചനം എന്നോട് പറയുമ്പോൾ എനിക്കറിയാം ഈ പറയുന്ന വ്യക്തി പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ അറിയാമേ. അല്ലെങ്കിൽ ഞാൻ നിന്നോട് ദൂത് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം നിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് നിനക്കത് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥ പ്രവചനം നമ്മൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ നമ്മൾ ദൈവത്തിന് കരയും. എൻ്റെ ഉള്ള അവസ്ഥയാണല്ലോ ദൈവം തമ്പുരാൻ. ഉദാഹരണം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. ഫസ്റ്റ് ഞാൻ പറയാം, ശമരിയക്കാരത്തെ സ്ത്രീയുടെ മുമ്പിൽ, ശമരിയക്കാരത്തെ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നപ്പം അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ലെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാ, എനിക്ക് ഭർത്താവില്ല. ഇപ്പോൾ ഉള്ളവർ അവളുടെ ലൈഫ് കർത്താവ് തുറന്നു കാട്ടി. അന്നേരം അവൾ അവിടെ വെച്ച് എന്തോ പറഞ്ഞത്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ഇത് അവിടെ കുത്തോ കോമയോ ഫുൾ സ്റ്റോപ്പ് അല്ല. നമ്മുടെ കർത്താവ് അങ്ങനൊന്നുമല്ല പറഞ്ഞത്, ഉള്ള കാര്യം ഉള്ളതുപോലാണ് കർത്താവ് പറഞ്ഞത്. ശമരിയക്കാരത്തെ സ്ത്രീ അവൾക്ക് മനസ്സിലായി, അവളൊരു പ്രവാചകനാണെന്ന് അവൾക്ക് ബോധ്യം വന്നു. യേശുക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് നമുക്ക് മനസ്സിലായി. പാപിനിയായ സ്ത്രീയോടുള്ള ബന്ധത്തിൽ അത് കണ്ടില്ല നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ പാപമില്ലാത്തവന് ഇവിടെ കല്ലെറിയട്ടെന്ന് പറഞ്ഞു, എല്ലാവരും തിരിച്ചു പോയി. കർത്താവ് അവളോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ആ വാക്കിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് യേശുവിനും അറിയാം, ഈ പാപിനിയായ സ്ത്രീക്കും അറിയാം. അവളുടെ പഴയകാല ജീവിതം മുഴുവനുമാണ് എന്തോ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നമ്മൾ ശമരിയക്കാരി സ്ത്രീ അതുപോലെ അവളുടെ ജീവിതത്തിൽ ഒരു എന്തോ ചെയ്തു, ഒരു ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ യഥാർത്ഥ പറഞ്ഞ നമ്മൾ അവിടേക്കാണ് വരുന്നത്. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത് എന്തെന്നറിയാമോ? അപ്പോസ്തലൻ പറഞ്ഞത് യഥാർത്ഥമായ പ്രവചനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഒന്ന്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പാപബോധമുണ്ടാകും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ പാപബോധം ഉണ്ടാകാൻ നമ്മളെ ഒരിക്കലും പിശാച് എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. പക്ഷേ യഥാർത്ഥ പ്രവചനം നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു പാപബോധം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. നമുക്കൊരു ആത്മീക ഗ്രോത്ത് ഉണ്ടാകും, ഒരാത്മീക വളർച്ച പറയുന്നുണ്ടല്ലോ. ഒരാത്മീക വളർച്ച ഉണ്ടാകും, നമുക്കൊരു ആത്മീക വർധനവുണ്ടാകും, ഒരാത്മീക വളർച്ച ഉണ്ടാകും, നമ്മളിൽ ഒരു കുറ്റബോധം ഉണ്ടാകും, നമ്മളിലൊരു പാപബോധം നമ്മളിൽ എന്താവും, ഒരു ആശ്വാസവും പ്രബോധനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പ്രവചനം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുക. ഇന്നത്തെ പ്രവചനങ്ങളൊക്കെ സഭയിൽ നമ്മളൊരു ദേവദാസൻ പ്രവാചകനെ വിളിച്ചാൽ ആത്മീക വർധനവും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് എന്തോ ചെയ്യാൻ കഴിയും.
അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാചകൻ ഇന്ന് ദൈവസഭയ്ക്കകത്ത് വന്ന് പ്രവചിച്ച് കഴിഞ്ഞാൽ ആ സഭയ്ക്കകത്ത് സ്പോട്ടിൽ അവിടെ അത് അല്പം കഴിഞ്ഞ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഉടലെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടും കേട്ടും വരുന്നതാണ്. ഇത് ദൈവാത്മാവിലുള്ള പ്രവചനമാണെങ്കിൽ ഇതൊന്നും അവിടെ സംഭവിക്കത്തില്ല. അവിടെ സംഭവിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസഭയ്ക്ക് ആത്മീക ഗ്രോത്ത് ഉണ്ടാകും, ആത്മീക വർധനമുണ്ടാകും, പാപബോധമുണ്ടാകും. ജനം നെടുമ്പാട് വീണ് ദൈവസന്നിധി എന്ത് ചെയ്യും? കരയും. കാര്യം നിന്റെ ഉള്ള കാര്യമാണ് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞത്. അതെ, സഭയ്ക്ക് വർധന ഉണ്ടാകും. കാരണം ഒരു പാപിയായ മനുഷ്യൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവസഭയിൽ വന്നാലും അവന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് അവന് മനസ്സിലാകും, അവന് ബോധ്യം വരും. അതെ അതെ. പിന്നെ ദൈവത്തിന്റെ വചനം നമ്മളോട് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. അപ്പോൾ നാം കള്ളപ്രവാചകരെ എങ്ങനെ സൂക്ഷിച്ച് ഒഴിയണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവവചനം പറയുന്നു, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി നടക്കുവാൻ നോക്കുവിൻ. നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. അപ്പോൾ നാം കള്ളപ്രവാചകരെ എങ്ങനെ സൂക്ഷിച്ച് ഒഴിയണം? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനകത്ത് നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന്, ദൈവവചന പഠനം കൊണ്ടേ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കാരണം തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പ്രവചനം എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടുന്നതിന് എന്ത് ചെയ്തോണം? എടുത്തോണം. നമ്മൾ പ്രവചനത്തെ എക്ദം റിജക്റ്റ് ചെയ്യല്ല. പ്രവചനം ഉണ്ട്, പ്രവചനം നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനത്തോടുകൂടെ ഈ പ്രവചനം നമ്മൾ കേട്ട് അതിനകത്ത് നമ്മളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കണം. ബേസിക്കിലുള്ളത് എടുക്കുക, ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം? തള്ളിക്കളയണം. രണ്ട്, നമുക്ക് അത് മനസ്സിലാക്കാൻ നല്ല ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ കണ്ണുടച്ച് കേട്ടതും പറഞ്ഞതും കേട്ടുകൊണ്ട് പോകുന്നതല്ല. നമ്മൾ അതിനുവേണ്ടി വളരെ ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് തന്നെയല്ല, ഈ പ്രവചനം പറയുന്ന വ്യക്തിയെ നമ്മളൊന്ന് പരിശോധിക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുന്നതും കൂടി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നതും കൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ 10-11 ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ പറയുകയും ചെയ്തു. ഇനി അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കള്ളപ്രവാചകർ ആളുകളെ എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവർ ഒരു പകുതി സത്യവും ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് അവർ പറയുന്നത്. പകുതി ഒന്നും ഫുള്ളായിട്ട് അവർ പറയത്തില്ല, ഒരു 50-50 അവർ പറഞ്ഞു തീർക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഇമോഷണലായിട്ട് അവർ സമീപിക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ഈ അത്ഭുതങ്ങൾ നടന്നു, ഈ അടയാളങ്ങൾ നടന്നു. അപ്പോൾ ഇതൊക്കെ ഓഡിയൻസ് കേട്ട് കഴിയുമ്പോൾ അവർക്ക് സ്വപ്നം കണ്ടു, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത് കണ്ടു. അപ്പോൾ ഇത് ഓഡിയൻസ് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്താവും? ഒന്ന് ഇവരിലേക്ക് ഒന്നുകൂടി അടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അത് ഞാൻ ഇന്നടത്തൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പം അവിടെ ഇന്ന ഒരു അത്ഭുതം നടന്നു, ഞാൻ കൂടോത്രം അഴിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതൊക്കെ എനിക്ക് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേട്ടുവരുന്നൊരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തന്നെ ഇവർ പ്രസംഗിച്ച് വരുമ്പോൾ ദൈവവചനത്തിൽ ഇവർ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിനകത്ത് പിശാച് വന്ന് ഹവ്വയെ ചതിച്ചതുപോലെ, പാമ്പ് വന്ന് ഹവ്വയെ ചതിച്ച്, സത്യത്തിൽ അതെല്ലാം ഒരു ഹവ്വയെ വളരെ വിദഗ്ധമായിട്ട് പിശാച് ട്രാപ്പിലാക്കുക ചെയ്തത്. ഇപ്പം മനസ്സിലായില്ലേ? കള്ളം പറഞ്ഞോ ചോദിച്ചാൽ കള്ളം പറഞ്ഞില്ല, സത്യം പറയുക, എന്താ പറഞ്ഞ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഒരു സംസാരമാണ് ഹവ്വയായിട്ട്
ഈ പിശാച് നടത്തിയത്. അതെ ഈ കള്ളപ്രവാചകന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഇവർ വ്യാപരിക്കുന്ന ഇതാണല്ലോ, ജനത്തെ ഏത് നിലയിലും ജനത്തിനത് തിരിച്ചറിയുന്നില്ല. അത് ജനത്തിന്റെ അറിവുകേടാണ്. ഏത് നിലയിലും ജനത്തെ വഴിതെറ്റിക്കുക, ജനത്തെ വേറൊരു നിലയിലേക്ക് വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അതെ, അവരുടെ പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രസംഗത്തിൽ നമുക്ക് ക്രൂശോ ത്യാഗമോ യേശു ക്രിസ്തുവിൻ്റെതായ ആ ഒരു യേശു കടന്നുപോയ ആ പാതകളിലൂടെ നാം കടന്നു പോകണം. യേശു ക്രിസ്തു ക്രൂശ് സഹിച്ചത് കൊണ്ടല്ലേ യേശുവിനൊരു ഉയർപ്പുണ്ടായത്. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു പാസ്റ്ററായാലും ഒരു സുവിശേഷകനായാലും ഒരു പ്രവാചകനായാലും തൻ്റെ ഒരു മെസ്സേജിൽ മിനിമം അതിൻ്റെ എൻഡിലെങ്കിലും ക്രൂശിനെ ഉയർത്താത്ത മെസ്സേജ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കാത്ത ഒരു മെസ്സേജ് അത് പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ കറക്റ്റ്. അപ്പോൾ ഇവരുടെ ശേഷം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദാവീദിന്റെ സന്തതി യേശു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിന്റെ കണ്ടന്റ് അത് തന്നെയാണ്. ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഭാഷകർ ഒരു ക്രിസ്തീയ പ്രസംഗം നടത്തുന്ന ഏതൊരു വ്യക്തിയായാലും ക്രൂശിനെ ഉയർത്താത്ത, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ പറയാത്ത ഒരു മെസ്സേജ് അത് പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരുടെ ഒരു മെസ്സേജുകളിലും അനേകരുടെ മെസ്സേജുകളിൽ നമുക്കതെന്തോ ചെയ്യാം. ഇവരുടെ എന്നല്ല, സഭാതലത്തിൽ പോലും എല്ലായിടത്തും മിക്കവാറും ദാവീദും ഗോലിയാത്തും ഒക്കെയാണ് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത്. ക്രൂശിനെ ഉയർത്തുന്ന മെസ്സേജുകൾ എത്ര നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അതെ, ആക്ച്വലി അപ്പോൾ നാം ദൈവദാസന്മാർ ദൈവജനത്തെ കൂടുതലായിട്ട് വചനം എന്തോ ചെയ്യണം, പഠിപ്പിക്കണം. നിശ്ചയമായിട്ടും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, കർത്താവിൻ്റെ ക്രൂശുമരണം, കർത്താവിൻ്റെ കാൽവരി മരണം, ഉയർപ്പ്, പുനരുത്ഥാനം, മടങ്ങി വരവ്, പിന്നെ ഭാവി ദൈവജനത്തിന് ലഭിക്കാൻ പോകുന്ന നിത്യജീവൻ. ഇതിലേതെങ്കിലുമൊക്കെ എല്ലാം ഒന്നും നമ്മുടെ മെസ്സേജ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നമ്മൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ടച്ച് ചെയ്തിരിക്കണം. അല്ലാതെ പഴയ നിയമ പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ട് യോനാഥാൻ്റെയും ഇങ്ങനെയുള്ളതായ കഥകൾ പറഞ്ഞ് സമയം വേസ്റ്റ് ആകാതെ ജനത്തെ പഥ്യോപദേശത്തിൽ, പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് പഥ്യോപദേശത്തിൽ ജനത്തെ എന്ത് ചെയ്യണം, ദൈവവചനം എന്നതായ മായമില്ലാത്ത പാല് അവർക്ക് കോരി കൊടുക്കുവാനും കുടിപ്പിക്കുവാനുമാണ് ശുശ്രൂഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിറവിടെയായി നിവർത്തിച്ച് ആ നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ചില ക്വസ്റ്റ്യനുകളും ആയിട്ട് ഇന്ന് അല്പം മിനിറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇത് നമ്മുടെ കേൾവിക്കാർക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അഭിപ്രായങ്ങളോ നമ്മുടെ നിർദ്ദേശങ്ങളോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏത് കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ വേദപുസ്തകത്തിൻ്റെ ബേസിക്കിലാണ് നമ്മൾ സംസാരിച്ചത്. വേദപുസ്തകത്തിലില്ലാത്ത ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്തില്ല, സംസാരിച്ചില്ല. ഇതൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് ആരെയും വേദനിപ്പിക്കാനോ നോവിക്കാനോ അല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിലുള്ള കാര്യം മാത്രമാണ്. ആത്മീയ ലോകത്തിന്റെ ഓരോ ദൈവമക്കളുടെയും ആത്മീയ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്. അവരുടെ തിരിച്ചറിവിന് അത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം ഓരോ ദൈവമക്കളുടെയും ആത്മീയ വളർച്ചയ്ക്ക് ഇതെന്തുവാ അത്യാവശ്യമാണ്. ഓരോ ദൈവമക്കളും എന്തുവാ തിരിച്ചറിവുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് എന്തുവാ വരാറായി. അപ്പം ആ വരവിന് വേണ്ടി നാം എന്തുവാ ഒരുങ്ങണം. അതാണ് കർത്താവ് ഓരോ വ്യക്തികളെ കുറിച്ചും എന്തുവാ ആഗ്രഹിക്കുന്നത്. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്യുക. അവരുടെയും ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ അനുഗ്രഹമായി തീരട്ടെ. അവർക്കൊരു തിരിച്ചറിവ് ഇതിനകത്ത് ഉണ്ടാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഞങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളനുസരിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞങ്ങളുടെ അറിവ് പോലെ ഞങ്ങളത് ഷെയർ ചെയ്യാവുന്നതാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇത് വൈൻഡപ്പ് ചെയ്യാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങൾക്ക് അല്പം മിനിറ്റ് അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുവാൻ ഒരു നല്ല അവസരം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവെഴുത്തിലൂടെ കർത്താവെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാനായിട്ട് ദൈവം ഒരവസരം തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇത് കേൾക്കുന്ന ജനത്തിന് അതൊരനുഗ്രഹമായി തീരട്ടെ. അനേകർക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ. ദൈവവചനം ഗ്രഹിച്ച് മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നടത്തുവാനും നയിക്കുവാനും ആ നിത്യത്തിൽ ഉറുമുഖത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിച്ചാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുത്തതിനായ സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.